ഹായ്, ഞാൻ റാഷിദ് പൂക്കളത്തൂർ. കഴിഞ്ഞ 4 വർഷമായിട്ട് പരിശീലന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ്, പുതിയ ലോകത്തെ ജോലി സാധ്യതകളിൽ നമ്മുടെ സ്കില്ലുകൾ നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കണം തുടങ്ങിയ മേഖലയിലൊക്കെ കഴിഞ്ഞ 4 വർഷമായിട്ട് പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തൊഴിൽ മേഖലകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും ഒരുപാട് സ്കില്ലുള്ള ആളുകൾക്ക് മികച്ചതായി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഐ ആം സംതിങ് സ്പെഷ്യൽ എന്നുള്ള സ്പെഷ്യലായിട്ട് സംതിങ് ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ മികച്ചതായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇനിയുള്ളൊരു കരിയർ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് ഇനിയുള്ള കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന സമയം എന്നുള്ളത് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന, ഒരുപാട് നോളജ് കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നുണ്ട്, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നെറ്റ്വർക്ക് ഉയരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ പഠിക്കുന്ന ആ ഒരു പീരീഡിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് കൂടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മികച്ച സ്കില്ലുണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മികച്ചൊരു ഏരിയ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരുപാട് എക്സ്പോഷർ തന്നെയാണ്. നമ്മൾ നാട്ടിലുള്ള സാധാ ഒരു കോളേജിൽ പഠിക്കുന്നതും നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. വിശാലമായ ഒരുപാട് ഏക്കർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന മികച്ച ഇൻഫ്രാസ്ട്രക്ചറും മികച്ച ഫെസിലിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്ന അക്കാദമിക്കലി ഒരുപാട് വലിയ വലിയ അധ്യാപകന്മാരുടെ ക്ലാസ്സുകളും അവരുടെ കൂടെ ഇരുന്നു കൊണ്ടുള്ള, നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്ന പഠിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളായിരിക്കും നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുത്തു തരിക. സോ അങ്ങനെയുള്ള ഫാക്കൽറ്റീസിൻ്റെ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ മികച്ച ഒരുപാട് രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് കൾച്ചറുള്ള, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന, ഒരുപാട് വൈവിധ്യമാർന്ന സ്കില്ലുകളുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ, നമ്മുടെ ഒരു വളർച്ചയും എന്ന് പറയുന്നത് വരുന്ന ഒരു ലോകത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഇടിച്ചു കയറുന്നവനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഈ ഒരു ലോകത്ത് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കില്ലുകൾ നമുക്ക് അവിടെ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി നോക്കുന്ന സമയത്ത് 24 ഹവറും അവിടെ അലൈവ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. പകൽ സമയങ്ങളിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിൻ്റെ അകത്ത് പോയി പഠിക്കുന്നു, അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നു. അതുപോലെ അവരുടെ ഒരു ക്യാമ്പസ് ലൈഫ്, രാത്രിയൊക്കെ നമ്മളിപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടാകും. രാത്രിയുടെ യാമങ്ങളിൽ വട്ടമിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർ ചർച്ച ചെയ്യുന്നതെല്ലാം അവരുടെ ഒരു ഡെവലപ്മെൻറ്റ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളും ഇവൻറ്റുകളായിട്ടും എല്ലാം നടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ മികച്ച ഫെസിലിറ്റികൾ നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്നുള്ളതാണ്. നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന ഒരു ലൈബ്രറി സെറ്റപ്പ്, അതുപോലെ ഒരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റിയും ഒക്കെ, ഒരുപാട് പുസ്തകങ്ങളും ലക്ഷത്തിലധികം പുസ്തക ശേഖരണങ്ങളും ജേണലുകളും കാര്യങ്ങളും മാഗസിൻസും പത്രങ്ങളും അതും വ്യത്യസ്ത ഭാഷകളിലുള്ള ഒരുപാട് ശേഖരങ്ങൾ നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ പോയാൽ നമുക്ക് കിട്ടും. പല യൂണിവേഴ്സിറ്റികളിലും രാത്രിയുടെ ഒരുപാട് സമയങ്ങളിലും അതൊക്കെ ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഏത് സമയത്ത് അവിടെ പോയിട്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം, അവിടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം, പഠിക്കാം. അതിനെല്ലാം നമുക്ക് പറ്റുന്ന ഒരുപാട് നല്ല സൗകര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടെ കമ്പ്യൂട്ടർ ലാബ് ആവട്ടെ, സയൻസ് ലാബ്, എല്ലാം മികച്ച, രാജ്യത്ത് നമുക്ക് ലഭ്യമാകുന്ന മികച്ച സൗകര്യങ്ങളും മികച്ച ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ലാബുകളിലായിരിക്കും നമ്മുടെ എക്സ്പെരിമെൻറ്റുകളും നമ്മുടെ വർക്കുകളും നമ്മുടെ പ്രാക്ടിക്കലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അവിടുന്ന് പുറത്തിറങ്ങുന്ന നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് പുതിയ ലോകത്ത് ഇവിടെയുള്ള ടെക്നോളജിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇവിടെയുള്ള ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, മികച്ച രൂപത്തിൽ നമ്മുടെ മിനുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആർട്സ്, അതുപോലെയുള്ള ഒരുപാട് ഇവൻറ്റ്സുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാമുകൾ, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഇവൻറ്റുകളും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കോളേജ് ലൈവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. സോ അവിടെ പഠിച്ച് പുറത്തിറങ്ങുന്ന നമുക്ക്, നമ്മുടെ ഒരു മികച്ച സിലബസ് പഠിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു മികച്ചൊരു അക്കാദമിക് ഉയർച്ചയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സും നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് വരുന്ന ലോകത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന
വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് മാറാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ പഠനം കഴിഞ്ഞ് തൊഴിൽ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അലുമിനി ആണെന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മളിൽ മനസ്സിലാക്കും ഈസ് സംതിങ് സ്പെഷ്യൽ എന്നുള്ളത്. കാരണം ഇവൻ ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ ഗ്രഹിച്ചെടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നമ്മുടെ തലമുറക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അലുമിനി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനേക്കാൾ ഒരല്പം കൂടുതൽ തന്നെയായിരിക്കും. നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജ്, നമുക്ക് കിട്ടുന്ന അവസരങ്ങളും കാര്യങ്ങളെല്ലാം ഒരല്പം മികച്ചത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള വൈവിധ്യമാർന്ന ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, നമ്മളിവിടെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് കോഴ്സുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ JMAയിലെ ഏർലി ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, JNUവിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നമുക്ക് ഫ്രാൻസിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണക്ഷൻസ്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റികളും നൽകുന്ന ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ സൊസൈറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ. സോ അങ്ങനെയുള്ള നമ്മളിവിടെ കേട്ടിട്ടില്ലാത്ത, നമുക്കിവിടെ അവൈലബിൾ അല്ലാത്ത ഒരുപാട് വൈവിധ്യമാർന്ന കോഴ്സുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഈ വരുന്ന ലോകത്ത്, മാറുന്ന ലോകത്ത് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. സോ അങ്ങനെയുള്ള ഈ ഒരു ലോകത്തിൽ നമുക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. CUET എന്ന് പറയുന്ന ആ ഒരു ഒറ്റ എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെ തന്നെ രാജ്യത്തെ മികച്ച ഒരുപാട് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. രാജ്യത്തെ NIRF റാങ്കിങ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫെസിലിറ്റിയും അവിടുത്തെ റാങ്കിങ്ങും എപ്പോഴും ഉയർന്നതായിട്ട് നിൽക്കും. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നമ്മുടെ വാഗ്ദാനമാണ് CUET എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഒരു +2 സ്റ്റുഡൻസ്, ഒരു ഡിഗ്രി സ്റ്റുഡൻസ് മുൻ വർഷങ്ങളിൽ നിന്നും ഈ വർഷം വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് ജനറൽ പേപ്പർ, PG CUET എഴുതുന്ന സമയത്ത് നമുക്ക് ജനറൽ പേപ്പർ എഴുതണം എന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഡൊമൈനുമായി ബന്ധപ്പെട്ട്, നമ്മൾ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആ ഒരു ഡൊമൈൻ വിഷയങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളും പറ്റുമെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായമൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് CUET എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറഞ്ഞ വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് ഈസിലി ആയിരിക്കും, നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ സിലബസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ബി ഫാസ്റ്റ് ആൻഡ് ബി ഫസ്റ്റ് എന്നുള്ളത്. നേരത്തെ കുറച്ചും കൂടെ വേഗത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് മികച്ച ലോകത്ത് നമുക്ക് ഇടിച്ചു കയറാൻ പറ്റുന്ന നമ്പർ 1 ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. CUET ക്രാക്ക് ചെയ്യുന്നതിലൂടെ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അതിനുവേണ്ടി നല്ലൊരു ഗൈഡൻസ് മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളെ സ്വയം ഷാർപ്പൺ ചെയ്യാനും അതുവഴി ലോകത്തിലെ തന്നെ സംതിങ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മാറാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു all the very best. Thank you all.